ചങ്ങാതിമാരുമൊത്തുള്ള മനോഹര നൈറ്റ് ക്യാമ്പിങ്ങിനു ശേഷം ഞങ്ങൾ ലവ് ലേക്കിനോട് വിട പറയുകയാണ്. അതിമനോഹരമാണ് ലവ് ലേക്കിലെ സൂര്യോദയ സൂര്യാസ്തമന കാഴ്ചകൾ. ഹൃദയാകൃതിയിലുള്ള തടാകത്തിലെ സൂര്യോദയ സൂര്യാസ്തമയം പങ്കാളിക്കൊപ്പം കാണുന്നത് വിലമതിക്കാനാകാത്ത അനുഭവമാകും. അതിമനോഹരമായ തടാക തീരത്ത് മെഴുകുതിരി കത്തിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രണയിതാവിനോടൊപ്പം അത്താഴം കഴിക്കാം. തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൈവിധ്യമാർന്ന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. പക്ഷി നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ലവ് ലേക്ക് അതിനുള്ള അവസരവും മുന്നോട്ട് വയ്ക്കുന്നു. അൽ ഖുദ്രയിൽ 86 കിലോമീറ്ററിലധികം നീളത്തിൽ സൈക്ലിംഗ് ട്രാക്കുണ്ട്. എല്ലാ തലത്തിലുള്ള സൈക്കിൾ യാത്രക്കാർക്കും അനുയോജ്യമാണ് സൈക്ലിംഗ് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സ്വന്തമായി സൈക്കിൾ ഇല്ലാത്തവർക്ക് വാടകയ്ക്ക് എടുക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. വാലന്റൈൻസ് ഡേയും ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും എല്ലാം ആഘോഷിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണെന്ന് ദുബായിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായം. തിരക്കു പിടിച്ചുള്ള ജീവിതത്തിൽ പ്രണയത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെക്കുറിച്ചുമെല്ലാം ഓർക്കാനും ആഘോഷങ്ങൾക്ക് അടിമപ്പെടാതെയുള്ള ഇത്തരം ദിനങ്ങൾ നല്ലതാണ്. പ്രണയിക്കുന്നവർക്കുള്ള ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ലവ് ലേക്ക്. പ്രണയവും ഇഷ്ടവുമെല്ലാം ആരോടുമാകാമല്ലോ. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്കൊപ്പമാണ് ഞാൻ ലവ് ലേക്കിൽ എത്തിയിട്ടുള്ളത്. ലവ് ലേക്കിലെത്തുന്ന സന്ദർശകരോട് മാലിന്യം തള്ളുന്നത് ഒഴിവാക്കണമെന്ന് കർശനമായ നിർദ്ദേശം നൽകാറുണ്ട്. തടാകത്തിൻ്റെ സൗന്ദര്യത്തെയും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനായാണ് ഇത്. മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ട്. വന്യജീവികളെ ശല്യപ്പെടുത്താതെ ദൂരെ നിന്ന് നിരീക്ഷണം, നിശ്ചിത ഇടങ്ങളിൽ മാത്രം ബാർബിക്യൂ ചെയ്യുക, സംഗീതം ഉച്ചത്തിൽ വയ്ക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് കാറിലാണ് ലവ് ലേക്കിലേക്ക് പോകുന്നതെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡ് വഴിയോ അൽ ഖൈൽ റോഡ് വഴിയോ ലവ് ലേക്കിലേക്ക് പോകാം.